ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ കറി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 100 ഗ്രാം ചുമന്നുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തേക്കാണ്. ചുമന്നുള്ളി ഇവിടെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 പച്ചമുളക് കീറിയിട്ടതും അതേപോലെ മീഡിയം പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ 2 മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പുളിയില്ലാത്ത മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാങ്ങയുടെ തോലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എണ്ണയിൽ കിടന്നൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറ്റിയെടുക്കണം. ഇവിടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. ഇവിടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 അല്ലി വെളുത്തുള്ളിയും 4 അല്ലി ചുമന്നുള്ളിയും കൂടെ ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് ചൂടായി വന്നാൽ മതിയാകും. ആ മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അല്പം ഒന്ന് ചൂടായി വന്നാൽ മതിയാകും. ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് വറുത്തെടുക്കാം. കറിക്ക് കളറ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്